Morning all. Today we are discussing basic computer hardware components. Okay. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വണ് കുറേ കമ്പോണൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് കൺസെപ്റ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ SMP ആണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നിങ്ങൾക്ക് ഈ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്, എന്തോ ഒരു പവർ സപ്ലൈ ഡിവൈസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കാണുന്നില്ലേ, ഈ ഫിഗർ നിങ്ങൾ അതായത് ഈ ഡിവൈസിന് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ CPU അതായത് നമ്മളുടെ മാസ്റ്റർ ബ്രെയിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ഡിവൈസാണ് ഈ SMP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫിഗർ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പവർ സപ്ലൈ ഡിവൈസാണ്. ഇതിന് പല പേരുകളും പറയാം. സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ, സ്വിച്ചഡ് പവർ സപ്ലൈ, SMP ഓർ സ്വിച്ചർ, ഏത് നെയിമിലും പറയാം. ഇങ്ങനെയുള്ള ഒരു SMP എന്താ ചെയ്യുന്നത്? ഇസ് ആൻ ഇലക്ട്രോണിക് പവർ സപ്ലൈ ദാറ്റ് ഇൻകോപ്പറേറ്റ്സ് എ സ്വിച്ചിങ് റെഗുലേറ്റർ ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻ്റ്ലി. ഇതെന്ന് പറഞ്ഞാൽ ഒരു പവർ സപ്ലൈ ആണ്. അത് സ്വിച്ചിങ് റെഗുലേറ്റർ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പവറിനെ എഫിഷ്യൻ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അതായത് ഒരു AC സോഴ്സ് വന്നാൽ അതിനെ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. Like other power supplies, SMP transfers power from a DC or AC source, often main power, to DC loads. അതായത് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് AC പവറിനെ അതായത് മെയിൻ പവറിനെ പിടിച്ചിട്ട് അത് DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മുടെ SMP ചെയ്യുന്നത്. സച്ച് ആസ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈൽ കൺവേർട്ടിങ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് കറണ്ടും വോൾട്ടേജൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, മെയിൻ പവർ AC വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് DC വരുന്നെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് വേണ്ട രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതായത് DC ലോഡാക്കിയിട്ട് വോൾട്ടേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളാരാണ്, നമ്മളുടെ ഈ SMP. അപ്പോൾ സിമ്പിളായിട്ട് ചിലപ്പോൾ ഒരു 1 വേർഡിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, ഒക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയയാണിത് SMP, സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ, സിമ്പിളായുള്ള കൺസെപ്റ്റിൽ എന്താണെന്ന് മനസ്സിലായില്ല. ജസ്റ്റ് ഒരു പവർ സപ്ലൈ ആണ്. AC DC ആക്കി മാറ്റി കൊടുത്ത് നമ്മളുടെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആരാണ്, നമ്മളുടെ SMP ആണ്. ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ്, നമ്മുടെ CPU ബാക്കിലാണ് ഇതിൻ്റെ പൊസിഷൻ. ഓക്കെ, ഇത്രയൊക്കെ മനസ്സിലാക്കാനുള്ളൂ. നെക്സ്റ്റ് എന്താണ്, മദർ ബോർഡാണ്. ദ മെയിൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് മദർ ബോർഡ്. നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്, മെയിൻ ബോർഡാണ് മദർ ബോർഡ്. അതർ നെയിംസ് ഫോർ ദി സെൻട്രൽ കമ്പ്യൂട്ടർ യൂണിറ്റ് ആ സിസ്റ്റം ബോർഡ്, മെയിൻ ബോർഡ് ഓർ പ്രിൻറ്റഡ് വയർഡ് ബോർഡ് എന്നുള്ള പേരുകളിലൊക്കെ നമ്മളുടെ മദർ ബോർഡ് അറിയപ്പെടുന്നുണ്ട്. ദ മദർ ബോർഡ് ഈസ് സംടൈംസ് ഷോർട്ടൻ ടു മോബോ. വേണമെങ്കിൽ നമുക്കതിന് ഷോർട്ട് ചെയ്തിട്ട് മോബോ എന്നും പറയാം. ന്യൂമറസ് മേജർ കമ്പോണൻസ് ക്രൂഷ്യൽ ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർ അറ്റാച്ച്ഡ് ടു ദ മദർ ബോർഡ്. നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ക്രൂഷ്യൽ ഫംഗ്ഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള മേജർ കമ്പോണൻസും നമ്മളുടെ ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ മദർ ബോർഡുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ദീസ് ഇൻക്ലൂഡ് ദ പ്രൊസസ്സർ, മെമ്മറി ആൻഡ് എക്സ്പാൻഷൻ സ്ലോട്ട്സ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, പ്രൊസസ്സർ ഉണ്ട്, മെമ്മറി ഉണ്ട്, എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് അതൊക്കെ ഈ മദർ ബോർഡായിട്ട് അറ്റാച്ച്ഡ് ആണ്. ദ മദർ ബോർഡ് കണക്ട്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എവറി പാർട്ട് ഓഫ് ദി PC. ഓരോ പാർട്ടായിട്ട് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ മദർ ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതാണ് മദർ ബോർഡിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, കുറേ സ്ലോട്ട്സുകളുണ്ട്, അതേപോലെ കുറേ എക്സ്പാൻഷൻസ് ഉണ്ട്, പിന്നെ അതേപോലെ മൈക്രോ പ്രൊസസ്സർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഇതാണ് നമ്മളുടെ ഒരു മദർ ബോർഡിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ടുണ്ടാവും പലരും. പണ്ട് ഹൈസ്കൂളിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് ടീച്ചേഴ്സൊക്കെ മദർ ബോർഡ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇനി എന്തൊക്കെയാണ് മദർ ബോർഡിൻ്റെ കമ്പോണൻസ് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ മൈക്രോ പ്രൊസസ്സർ ഉണ്ട്, റാം സ്ലോട്ട്സ് ഉണ്ട്, ദ ബയോസ് ഉണ്ട്, CMOS ബാറ്ററി ഉണ്ട്, ക്യാഷെ മെമ്മറി ഉണ്ട്, ദ എക്സ്പാൻഷൻ ബസ്സസ് ഉണ്ട്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പാത്വേ ഫ്രം ദ CPU ടു പെരിഫറൽ ഡിവൈസ്. അതായത് CPU ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിലുള്ള ഒരു പാത്വേസും, അതായത് എക്സ്പാൻഷൻ ബസ്സസും നമ്മളുടെ മദർ ബോർഡിൽ അറ്റാച്ച്ഡ് ആണ്. ആൻഡ് എക്സ്പാൻഷൻ ബസ് ടൈപ്പിക്കലി കംപ്രസസ് എ സീരീസ് ഓഫ് സ്ലോട്ട്സ് ഓൺ ദ മദർ ബോർഡ് ഇൻ ടു വിച്ച് കാർഡ് ക്യാൻ ഇൻസേർട്ട്. അതായത് നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാർഡുകൾ ഇൻസേർട്ട് ചെയ്യാവുന്ന സീരീസ് ഓഫ് സ്ലോട്ട്സ് തന്നെ നമ്മളുടെ മദർ ബോർഡിനകത്തുണ്ട്. അപ്പോൾ ആ സ്ലോട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാർഡ്, ഓഡിയോ കാർഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ഫംഗ്ഷനിങ് കൂടെ എക്സ്ട്രാ നമ്മുടെ സിസ്റ്റം ചെയ്യും. ദ കമ്പ്യൂട്ടർ ചിപ്സെറ്റ്. എ ചിപ്സെറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്മാൾ സർക്യൂട്ട്സ് ദാറ്റ് കോർഡിനേറ്റ് ദ ഫ്ലോ ഓഫ് ഡാറ്റ ടു ആൻഡ് ഫ്രം ദ CPU. ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്മാൾ സർക്യൂട്ട്സ് ആണ്. അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഡാറ്റൻ്റെ ഫ്ലോ ടു ആൻഡ് ഫ്രം ദ CPU മാനേജ് ചെയ്യും. അതായത് ഡാറ്റ ടു CPU, അതേപോലെ ഡാറ്റ ഫ്രം ദ CPU, അതൊക്കെ മാനേജ് ചെയ്തും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആരാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ചിപ്സെറ്റാണ്. ദ മെയിൻ മെമ്മറി, ദ സെക്കൻഡറി കാഷെ ആൻഡ് ആർ എനി ഡിവൈസസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബസ്സസ്
അതായത് ഇത് ടൈപ്പുള്ള എല്ലാ മെയിൻ മെമ്മറിയും CPU അതേപോലെ സെക്കൻഡറി ക്യാഷ് ആൻഡ് എനി ഡിവൈസൊക്കെ നമ്മളിവിടെ ഈ ബസ്സസിലിട്ട് സിറ്റുവേറ്റ് ചെയ്യാൻ കഴിയും. നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവ ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ മദർ ബോർഡുമായിട്ടാണ്. നെക്സ്റ്റ് CPU ക്ലോക്കും നമ്മളുടെ മദർ ബോർഡിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ അതിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മദർ ബോർഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ആഡ് ഓൺ കാർഡ്. എക്സ്പാൻഷൻ കാർഡ് ഓർ ആഡ് ഓൺ is a PCB that fit into an expansion slot on the desktop computer. ഈ എക്സ്പാൻഷൻ കാർഡ് അല്ലെങ്കിൽ ആഡ് ഓൺ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്പാൻഷൻ സ്ലോട്ടാണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു എക്സ്പാൻഷൻ സ്ലോട്ടിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ കാർഡ് ഓർ ആഡ് ഓൺ കാർഡ് എന്ന് പറയാം. An expansion card is used to give a computer additional capabilities such as enhanced video performance by graphics card. അതായത് ഇത്തരം എക്സ്പാൻഷൻ കാർഡുകൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്താ ഉണ്ടാകുന്നത്, അഡീഷണൽ ക്യാപ്പബിലിറ്റീസ് ആണ് ഉണ്ടാകുന്നത്. അതായത് ആഡ് ഓൺ കാർഡ് യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ക്യാപ്പബിലിറ്റീസ് കിട്ടും. സച്ച് ആസ് എൻഹാൻസ്ഡ് വീഡിയോ പെർഫോമൻസ്. എൻഹാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ പെർഫോമൻസ് പോസിലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക് കാർഡ് ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് കാർഡുകൾ യൂസ് ചെയ്ത് അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ കൂടുതൽ ബെസ്റ്റ് ആക്കാൻ കഴിയും. നെക്സ്റ്റ് പോർട്ട്. A port is a physical docking point using which an external device can be connected to the computer. പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഡോക്കിംഗ് പോയിൻ്റ് ആണ്. അത് യൂസ് ചെയ്യുന്ന എന്താണ്, ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം പോർട്ടുകൾ യൂസ് ചെയ്യാൻ കഴിയും. എക്സ്റ്റേണൽ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ യൂസിങ് കേബിൾസ് ആൻഡ് പോർട്സ്. എക്സ്റ്റേണൽ ഡിവൈസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം പോർട്സ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഈവൻ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ ലാപ്ടോപ്പ് ആയിരിക്കും. അതിനകത്ത് തന്നെ ഉണ്ട് പോർട്സ്. നമ്മളിപ്പോൾ മൗസൊക്കെ ഒരു എക്സ്റ്റേണൽ മൗസ് വെക്കണമെന്നുണ്ടെങ്കിൽ വരെ നമ്മൾ അവിടെ പോർട്ടിലാണ് പോയിട്ട് അത് പ്ലഗ് ഇൻ ചെയ്യുക. പോർട്സ് ആർ സ്ലോട്ട്സ് ഓൺ ദ മദർ ബോർഡ് ഇൻ ടു വിച്ച് എ കേബിൾ ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ് പ്ലഗ്ഡ് ഇൻ. പോർട്ട് എന്ന് പറഞ്ഞാൽ മദർ ബോർഡിൻ്റെ സ്ലോട്ട്സ് ആണ്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ഡിവൈസൊക്കെ പ്ലഗ് ചെയ്യുക. എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ് അറ്റാച്ച്ഡ് ബൈ പോർട്സ് ആർ മൗസ്, കീബോർഡ്, മോണിറ്റർ, മൈക്രോഫോൺ, സ്പീക്കർ എക്സെട്ര. അപ്പോൾ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന, ഇപ്പോൾ ലാപ്ടോപ്പിൽ നമ്മൾ എക്സ്റ്റേണൽ മൗസ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ കീബോർഡൊക്കെ യൂസ് ചെയ്യുന്ന കേസുകളായിരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ എക്സ്റ്റേണൽ പോർട്ടുകളോട് അല്ലെങ്കിൽ ഇത്തരം പോർട്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലഗ് ചെയ്യുന്നത്. പിന്നെ പോർട്സിനുള്ള കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സീരിയൽ പോർട്ട് ഉണ്ട്, പാരലൽ പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്. ഇതൊക്കെ പോർട്ടിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നെറ്റ്വർക്കിംഗ് കേബിൾസ്. Networking cables are networking hardware used to connect one network device to other network device or to connect two or more computers to share printers and scanners etc. Networking cables എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ ആണ്. യൂസ് ടു കണക്ട് വൺ നെറ്റ്വർക്ക് ഡിവൈസ് ടു അതർ നെറ്റ്വർക്ക് ഡിവൈസ്. ഒരു നെറ്റ്വർക്ക് ഡിവൈസ് മറ്റൊരു നെറ്റ്വർക്ക് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾസ് ആണ് നെറ്റ്വർക്കിംഗ് കേബിൾസ്. ഓർ ടു കണക്ട് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് ടു ഷെയർ പ്രിൻറ്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ് എക്സെട്ര. അല്ലെങ്കിൽ പിന്നെ എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സിനെ പ്രിൻറ്റേഴ്സ് ഷെയർ ചെയ്യാനും സ്കാനേഴ്സ് ഷെയർ ചെയ്യാനൊക്കെ കണക്ട് ചെയ്യുന്ന കേബിൾസ് ആണ് എന്ത്, നമ്മളുടെ നെറ്റ്വർക്ക് കേബിൾസ്. സിംപ്ലി കേബിൾസ് ആണ്. അതായത് നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കേബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ്വർക്കിംഗ് കേബിൾസ് എന്ന് പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് കേബിൾസ് സച്ച് ആസ് കോആക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആൻഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആർ യൂസ്ഡ് ടു ഡിപ്പെൻഡിങ് ഓൺ ദ നെറ്റ്വർക്ക്സ് ഫിസിക്കൽ ലെയർ, ടോപ്പോളജി ആൻഡ് സൈസ്. അതായത് ഇതിനു വേണ്ടി നമുക്ക് പല ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് കേബിൾസ് യൂസ് ചെയ്യാം. കോആക്സിയൽ കേബിളൊക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ഒക്കെ, ട്വിസ്റ്റഡ് പെയർ കേബിളൊക്കെ. ഇതൊക്കെ ഫിസിക്കൽ ലെയർ, ടോപ്പോളജി, സൈസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കേബിളും യൂസ് ചെയ്യുന്നത്. ദ ഡിവൈസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫ്യൂ മീറ്റേഴ്സ് ബൈ ഇഥർനെറ്റ് ഓർ നിയർലി അൺലിമിറ്റഡ് ഡിസ്റ്റൻസ് ബൈ ദ ഇൻ്റർ കണക്ഷൻ ഓഫ് ദ ഇൻ്റർനെറ്റ്. അതായത് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റൊക്കെ നമ്മൾ പൊതുവേ എന്താണ് കേബിളായിട്ടല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ നോൺ വയേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അടുത്ത ഡിവൈസസുകളൊക്കെ ആകുമ്പോൾ, ലിമിറ്റഡ് ഡിസ്റ്റൻസിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഥർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇത്തരം കേബിൾസൊക്കെ യൂസ് ചെയ്യും. ഇത്രയാണ് നെറ്റ്വർക്ക് കേബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് SMP ആണ്. ഇത് ജസ്റ്റ് ഒരു പവർ സപ്ലൈ ആണ്. AC-നെ DC ആക്കി മാറ്റി നമ്മുടെ സിസ്റ്റത്തേക്ക് സപ്ലൈ ചെയ്യുന്നതിനെയാണ് SMP എന്ന് പറയുക. പിന്നെ മദർ ബോർഡ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെയിൻ ബോർഡാണ് മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പാർട്ടുമായിട്ടും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കണക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ മദർ ബോർഡ്. നമ്മളിതിലുള്ള ഐറ്റംസ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എല്ലാം സ്ലോട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇതിലായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ മൈക്രോ പ്രൊസസ്സറൊക്കെ മദർ ബോർഡിലാണുള്ളത്. പിന്നെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. CPU ക്ലോക്ക്, ചിപ്പ് സെറ്റ്, ബസ്സസ് ഒക്കെ ഉണ്ട് നമ്മളുടെ മദർ ബോർഡിനകത്ത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആഡ് ഓൺ കാർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ കാർഡാണ്. ഈ എക്സ്പാൻഷൻ കാർഡ് യൂസ് ചെയ്താൽ നമുക്ക് കമ്പ്യൂട്ടർക്ക് അഡീഷണൽ ക്യാപ്പബിലിറ്റീസൊക്കെ പോസിബിൾ ആവും. എക്സാമ്പിൾ ഗ്രാഫിക്സ് കാർഡ്. പിന്നെ പോർട്സ് നമ്മൾ പറഞ്ഞു, അതായത് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസിനെ കമ്പ്യൂട്ടറായിട്ട് പ്ലഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലോട്ടിനെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുക.
അതിന് എക്സാമ്പിൾസും പറഞ്ഞു. പിന്നെ നെറ്റ്വർക്കിംഗ് കേബിൾസ് എന്ന് പറഞ്ഞാൽ 2 നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിൾ, അല്ലെങ്കിൽ 2 സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേബിളിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ്വർക്കിംഗ് കേബിൾസ്. അതിന് എക്സാമ്പിൾ കോക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സാമ്പിളും പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആയി ഓൾമോസ്റ്റ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഏതെങ്കിലും നമുക്ക് ഇതായിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുത്താൽ മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തരാം, നിങ്ങൾക്ക് അതൊക്കെ ആൻസർ ചെയ്താൽ ഒന്നുകൂടെ ഐഡിയ കിട്ടും. സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു ബുക്ക്, ഞാനൊരു ഗൈഡ് പോലത്തെ ഒരു ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ, ഞാൻ ഒരിക്കലും നിർബന്ധിക്കല്ലേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഗൈഡ് ബുക്കാണ്, മുഹമ്മദ് അനീസ് എഴുതിയിട്ടുള്ള കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ആൻഡ് HTML ഒരു ബുക്ക്. അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങാം. അത് സിമ്പിൾ നോട്ടായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ എനിക്കും അറിയില്ല. കാരണം ഒരു ഗൈഡ് ബുക്ക് ആകുമ്പോൾ കുഴപ്പമില്ല, നമ്മളിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കൺസെപ്റ്റുകളൊക്കെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം. ജസ്റ്റ് ഫോട്ടോ അയച്ചു തരുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ. ഒരിക്കലും ഞാൻ വാങ്ങിക്കോളൂ എന്നല്ല പറയുന്നത്, വേണ്ടവർക്ക് മാത്രം വാങ്ങാം. ചിലർക്ക് ടെക്സ്റ്റ് ബുക്ക് വേണം, ബുക്ക് വായിക്കാനൊക്കെ താല്പര്യമുള്ളതുണ്ടെങ്കിൽ. മറ്റേതൊക്കെ നമ്മൾ സ്കാറ്റേർഡ് ആയിട്ട് പല ബുക്കിലും റെഫറൻസ് ബുക്കുകളിൽ കിടക്കുന്ന കൺസെപ്റ്റുകളാണിത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുക്ക് വാങ്ങിയാൽ, വേണ്ടവർക്ക് വാങ്ങിയാൽ റുപ്പീസ് ഇപ്പോൾ എത്രയാണ്, 150 ആണ്. തീരങ്ങാടി ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടുന്ന ബുക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ഡൗട്ടുള്ളവർ പറയണം, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കേ വേണ്ട. ആസ് എ ടീച്ചർ നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയാനുള്ള, ഓപ്പണായിട്ട് പറയാനുള്ള എല്ലാ ഫ്രീഡവും ഞാൻ തരാറുണ്ട്. അതിനി ഡൗട്ടായാലും ശരി, സജഷൻസ് ആയാലും, നിങ്ങൾക്ക് ഇപ്പോൾ മിസ് എങ്ങനെയല്ല അങ്ങനെ ആയിക്കോട്ടെ മിസ് എന്നൊക്കെ പറയണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെയുള്ള ഫ്രീഡം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളതങ്ങ് യൂസ്ഫുൾ ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ മെയിൻ പേപ്പറായിട്ടുള്ള കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ആൻഡ് HTML ഫുൾ മാർക്ക് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം നമ്മൾ, അവിടെയാണ് അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ഈ സെമ്മ് കഴിയുന്നവരെ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം അതാണ്. നെക്സ്റ്റ് സെമ്മ് എത്തുമ്പോൾ അവിടെയാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മളോട് എന്ത് പറയാനുള്ളതും തുറന്ന് പറയാവുന്നതാണ്, എന്തിനും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തും. ഓക്കെ, താങ്ക് യു.